Today we will discuss some problems. The question is, you wish to draw $10,000 out of a Swiss bank at age 65, and thereafter you want to draw 5/6 as much each year as the preceding one. Assuming the account earns no interest, how much money must you start with to be prepared for an arbitrary large lifespan? ക്വസ്റ്റ്യൻ നോക്കിയപ്പോൾ നിങ്ങൾക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. എന്ന് വെച്ചാൽ ഒരാൾ സ്വിസ് ബാങ്കിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ച് പൈസ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അയാളുടെ 65 വയസ്സായപ്പോഴാണ് അത് അയാൾ വിഡ്രോ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. 65 വയസ്സായപ്പോൾ അയാൾ $10,000 വിഡ്രോ ചെയ്തു. അങ്ങനെ 65 വയസ്സിൽ 10,000 ആണെങ്കിൽ അടുത്ത വർഷം അയാൾ 10,000-ൻ്റെ 5/6 ടൈംസ് ആ ഡോളറെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നത്തെ വർഷമാകുമ്പോൾ അയാൾ തൊട്ട് മുന്നേ വിഡ്രോ ചെയ്ത ആ പൈസയുടെ 5/6%. അപ്പം അങ്ങനെ അയാൾ ജീവിതം മുഴുവൻ അയാളുടെ ജീവിതകാലം മുഴുവൻ അയാൾ ഈ പൈസ വിഡ്രോ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഫുള്ള് വിഡ്രോ ചെയ്യാൻ വേണ്ടി അയാൾ ആദ്യം എത്ര രൂപ ആ അക്കൗണ്ടിൽ നിക്ഷേപിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ ഈ അക്കൗണ്ടിന് ഇൻട്രസ്റ്റ് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അയാൾ ഇട്ട അത്രയും പൈസ ഉണ്ടാവുള്ളൂ, അല്ലാതെ കൂടിയിട്ടൊന്നുമില്ല. അയാൾ അപ്പോൾ എത്ര പൈസ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഡ്രോൺ ചെയ്ത എമൗണ്ട് അതേതാ, ദ എമൗണ്ട് ഡ്രോൺ in the first year equal to $10,000. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഓരോ വർഷം കൂടുന്തോറും അല്ലേ. അപ്പം the amount to be drawn in every year equal to എന്താണ് 5/6 of the amount drawn in the previous year. തൊട്ട് മുന്നേ എടുത്തതിൻ്റെ 5/6 എമൗണ്ടേ നമുക്ക് അടുത്ത വർഷം എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എമൗണ്ട് വരും. ഹെൻസ് ദ ടോട്ടൽ എമൗണ്ടിന് നമ്മൾ എസ് എന്ന് ഡിനോട്ട് ചെയ്തു. ടോട്ടൽ എമൗണ്ട് എസ് ഈക്വൽ ടു, അപ്പോൾ ഫസ്റ്റ് ഇയർ 10,000, സെക്കൻഡ് ഇയർ ആകുമ്പോൾ 10,000-ൻ്റെ 5/6 എന്ന് വെച്ചാൽ 5/6 ഇൻറ്റു 10,000. അപ്പോൾ 10,000 ഇൻറ്റു 5/6. അടുത്ത വർഷം ഈ പൈസയുടെ 5/6 എന്ന് വെച്ചാൽ 10,000 ഇൻറ്റു 5/6 ഇൻറ്റു 5/6 എന്ന് വെച്ചാൽ 5/6 സ്ക്വയർ പ്ലസ് എക്സെട്ര ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും അല്ലേ. അപ്പോൾ ഈ എസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ എസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതെന്ത് സീരീസ് ആണ്? ജോമെട്രിക് സീരീസ് അല്ലേ. ജോമെട്രിക് സീരീസ് വിത്ത് ഫസ്റ്റ് 10 എ എന്ന് പറയുന്നത് 10,000, റേഷ്യോ എന്ന് പറയുന്നത് 5/6. അപ്പം അങ്ങനെ ഒരു ജോമെട്രിക് സീരീസ് ആണിത്. അപ്പോൾ അത് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. നോക്കാം.
അപ്പോൾ എഴുതാം, ദിസ് ഈസ് എ geometric series with first term a equal to 10,000 and ratio r equal to 5/6. ഇനി ആറ് ലെസ് ദാൻ 1 ആണോ, ആറിന്റെ മോഡുലസ് ലെസ് ദാൻ 1 ആണോ ഗ്രേറ്റർ ദാൻ 1 ആണോ ചെക്ക് ചെയ്യാം. അപ്പോൾ മോഡ് ആർ എന്ന് പറയുന്നത്, സിൻസ് മോഡ് ആർ എന്ന് പറഞ്ഞാൽ 5/6, ഇത് 1-നേക്കാളും ചെറുതാണല്ലോ. മോഡ് ആർ ലെസ് ദാൻ 1 ആയതുകൊണ്ട് the above series converges to a sum s അല്ലെ, കൺവേർജസ് ആണ് കിട്ടി. അപ്പോൾ hence s equal to ഇക്വേഷൻ എന്തായിരുന്നു, a/1 minus r. a എന്ന് പറഞ്ഞാൽ 10,000 divided by 1 minus 5/6. എന്ത് കിട്ടും, ഇവിടെ 6 minus 5 1/6. അപ്പോൾ 6 into 10,000 60,000. അപ്പോൾ നമ്മൾ 60,000 റുപ്പീസ് നമ്മൾ ഡോളേഴ്സ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ജീവിതകാലം മുഴുവൻ ഇതുപോലെ പൈസ എടുക്കാൻ പറ്റും എന്നാണ് നമുക്കതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇത് പല ജോമെട്രിക് സീരീസിന്റെ പല ഉപയോഗങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതാണ് ആൻസർ. ടോട്ടൽ ഇത്രയും പൈസ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഓരോ വർഷം ഇങ്ങനെ ഫസ്റ്റ് വർഷം 10,000 എടുക്കാം, രണ്ടാമത്തെ വർഷം 10,000-ന്റെ 5/6 എമൗണ്ട് എടുക്കാം, അടുത്ത വർഷം തൊട്ട് മുന്നേ എടുത്തതിൻ്റെ 5/6, അങ്ങനെ എടുത്തെടുത്തെടുത്ത് നമ്മുടെ ലൈഫ് സ്പാൻ മുഴുവൻ എടുക്കാൻ വേണ്ടി കഴിയും $60,000 ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. The next question is, a ball is dropped from a height of 4 meters. Each time it strikes the pavement after falling from a height of h meters, it rebounds to a height of 0.75 h meters. Find the total vertical distance the ball travels up and down. എന്ന് വെച്ചാൽ ഒരു ബോള് നമ്മൾ എ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ഇത്ര ഹൈറ്റിൽ നിൽക്കുന്ന ഹൈറ്റ് ആയിട്ടുള്ള പോയിന്റിൽ നിന്ന് നമ്മളൊരു ബോള് ഡ്രോപ്പ് ചെയ്യാണ്. അപ്പോൾ ആ ബോള് ഇങ്ങനെ താഴെ ടച്ച് ചെയ്തു, പെർമനന്റിൽ ടച്ച് ചെയ്തിട്ട് എച്ച് ഹൈറ്റ് എന്ത് ചെയ്യാണ്, അത് മുകളിലേക്ക് റീബൗണ്ട് ചെയ്യാണ്. എച്ച് ഹൈറ്റ് റീബൗണ്ട് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതുപോലെ പിന്നെ താഴേക്ക് വരും. അപ്പം ഇങ്ങനെ അടുത്ത ഈ ഒരു എച്ചിൻ്റെ സ്ക്വയർ പിന്നെ അത് റീബൗണ്ട് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ ഹൈറ്റ് കുറഞ്ഞല്ലേ പോലെ ഇങ്ങനെ കുറഞ്ഞു പോരുന്നു. എന്ന് വെച്ചാൽ ആ ഹൈറ്റിൻ്റെ 0.75 ഹൈറ്റ് ആയിട്ട് ഇങ്ങനെ കുറഞ്ഞു പോവാം. അപ്പം ഇതിങ്ങനെ റീബൗണ്ട് ചെയ്ത് അവസാനം ഇത് വെർട്ടിക്കലായിട്ട് നമ്മുടെ ബോൾ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. അപ്പം ഈ ഹൈറ്റിനെ നമ്മൾ എന്തോരും a ഇൻറ്റു r, അടുത്ത ഇത് a ഇൻറ്റു r സ്ക്വയർ, a ഇൻറ്റു r ക്യൂബ്, അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ തന്നിട്ടുള്ളത് ഡിസ്റ്റൻസ് ഒക്കെ തന്നിട്ടുണ്ട്. 4 മീറ്റർ ആണ് ഈ എ എന്ന് പറയുന്നത് അല്ലേ. ഫസ്റ്റ് തുടങ്ങുന്നത് 4 മീറ്ററിലാണ്,
ഇവിടുത്തെ R എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുണ്ട്? 0.75 ആണ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഹൈറ്റ് h ആണ് ഹൈറ്റ് എങ്കിൽ ഓരോ പ്രാവശ്യം 0.75 ഇൻറ്റു h മീറ്റേഴ്സ് എന്താവും റീബൗണ്ട് ചെയ്യുന്ന പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ ഹൈറ്റ് 4 ആയതുകൊണ്ട് 4 ഇൻറ്റു 0.5 അടുത്തത് 4 ഇൻറ്റു 0.5 ഹോൾ സ്ക്വയർ അങ്ങനെ വരും. അപ്പോൾ നമുക്കത് എഴുതാം. ഇവിടെ ഞാൻ ജനറലായിട്ട് പറഞ്ഞതാണ്, ഹൈറ്റ് ഒന്നും എടുക്കാതെ ഈ ആറും വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ഫിഗറിൽ നമുക്ക് കിട്ടും ദ പാത്ത് ഓഫ് ബോൾ ഫോളിങ് ഫ്രം a meters above a flat surface. എന്നുവെച്ചാൽ ഒരു ഫ്ലാറ്റ് സർഫേസിൽ നിന്ന് a മീറ്റർ മുകളിലുള്ള പോയിന്റിൽ നിന്നാണ് ബോള് എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഏതൊക്കെയാണ് ആ ഡിസ്റ്റൻസിനെ സൂചിപ്പിക്കുന്നത് നോക്കാം. അപ്പൊ ടോട്ടൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ എന്ത് വരും? ഹിയർ ടോട്ടൽ നമ്മൾ ആ പിക്ചർ വരച്ചനുസരിച്ച് ടോട്ടൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്നത് a പ്ലസ് ആ ഡിസ്റ്റൻസ് അല്ലേ, ഇത്ര ഡിസ്റ്റൻസ് ആണെന്ന് നോക്കുന്നത്. a പ്ലസ് a എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ വരെ ട്രാവൽ ചെയ്തിട്ടുള്ളൂ അല്ലേ. പക്ഷെ ഈ രണ്ടാമത്തെ AR എന്ന് പറയുന്നത് ഇങ്ങോട്ടും ട്രാവൽ ചെയ്യും തിരിച്ചും ട്രാവൽ ചെയ്യും. അപ്പൊ ഈ സെയിം ഡിസ്റ്റൻസ് തന്നെയല്ലേ ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ അത് 2AR വരും. അടുത്ത ഡിസ്റ്റൻസും അതുപോലെ 2. ഫസ്റ്റത്തെ മാത്രം നമുക്ക് ഒരെണ്ണം വരുന്നുള്ളൂ, 2AR സ്ക്വയർ പ്ലസ് എക്സെട്ര അല്ലേ. അപ്പൊ ഇതാണ് വരിക. അപ്പൊ ഇനി ഇവിടെ നമ്മൾ എടുത്തേക്കുന്നതിൽ അപ്പൊ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ്, ഹെൻസ് ടോട്ടൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് is equal to ഇതൊന്ന് കണ്ടുപിടിക്കാം. a പ്ലസ് 2AR പ്ലസ് 2AR സ്ക്വയർ പ്ലസ് എക്സെട്ര. ഇതെന്ത് വരും? നമുക്ക് a എന്തായാലും കോമൺ ആയിട്ട് എടുക്കാം. ഈ ഫസ്റ്റ് a മാത്രം നമുക്ക് പുറത്തെടുക്കാം, ബാക്കിയുള്ളത് ഒരു ടേം ആയിട്ട് എടുക്കാം. ബാക്കിയുള്ളതിൽ 2AR ആണ് ഫസ്റ്റ് ടേം. 2AR ഫസ്റ്റ് ടൈം ആയിട്ട് എടുത്ത് ബാക്കി ഉള്ളത് ഒരു ജോമെട്രിക് സീരീസ് ആയിട്ട് എടുക്കാം. ഫസ്റ്റത്തെ a കൂട്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജോമെട്രിക് സീരീസ് ആയിട്ട് കിട്ടില്ല. 2AR ഫസ്റ്റ് ടൈം ആയിട്ട് ഇതിനങ്ങോട്ടുള്ളത് നമ്മൾ ജോമെട്രിക് സീരീസ് ആയിട്ട് എടുത്തു. അപ്പൊ ഇവിടുത്തെ R എന്ന് പറയുന്നത് എന്തായാലും ലെസ് ദാൻ 1 ആണല്ലോ, കുറഞ്ഞാ പോകുന്നത് അല്ല, ഡിസ്റ്റൻസ് കുറഞ്ഞാ പോകുന്നത്. അപ്പോൾ ഇവിടെ R ലെസ് ദാൻ 1 ആയതുകൊണ്ട് നമുക്ക് ആ ഡിസ്റ്റൻസ് എന്ത് വരും? a/1 മൈനസ് R വരും. സം അല്ലേ. അപ്പൊ ഇത് സം എന്ന് പറയുന്നത് എന്ത് വരും? a പ്ലസ് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ a ഇൻറ്റു 1 മൈനസ് R, a മൈനസ് AR പ്ലസ് 2AR ഡിവൈഡ് ബൈ 1 മൈനസ് R. എന്ത് വരും? ഇവിടെ a മൈനസ് AR പ്ലസ് 2AR എന്തൊരു ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? a മൈനസ് AR ആവും. 2AR മൈനസ് AR എന്ന് പറയുമ്പോൾ AR ആവും ഡിവൈഡ് ബൈ 1 മൈനസ് R. a നമുക്ക് കോമൺ ആയിട്ട് എടുത്തൂടെ? ഇവിടെ പ്ലസ് ആണല്ലോ അല്ലെ. 2AR മൈനസ് AR എന്ന് പറയുമ്പോൾ പ്ലസ് AR ആണ്. അപ്പൊ a കോമൺ ആയിട്ട് എടുത്താൽ 1 പ്ലസ് R ഡിവൈഡ് ബൈ 1 മൈനസ് R എന്ന് കിട്ടും. അപ്പൊ നമ്മൾ ഇതിന് ഇക്വേഷൻ ഫോം ചെയ്തു. ഇനി നമുക്ക് ഇവിടെയുള്ള വാല്യൂസ് വെച്ചിട്ട് എഴുതാം. അപ്പൊ ഹിയർ a ഈക്വൽ ടു എത്രയാണ്? ഇവിടെ ഹിയർ a ഈക്വൽ ടു 4, R ഈക്വൽ ടു 0.75 എന്നുവെച്ചാൽ 3/4 അല്ലേ. അത് ലെസ് ദാൻ 1 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ലെസ് ദാൻ 1 ആയതുകൊണ്ട് therefore total distance traveled by the ball, total distance traveled by the ball equal to a എന്ന് പറയുന്നത് 4 into 1 plus 3/4 divided by 1 minus 3/4. ഇത് ആഡ് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടാം 28 മീറ്റേഴ്സ്. നിങ്ങൾ ആഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യാം.
ഇത് രണ്ട് ആഡ് ചെയ്യുക, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്ക് കിട്ടുന്ന ആൻസർ 28. നമുക്കിവിടെ ആഡ് ചെയ്ത് വേണമെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ 4 × 1 + 3/4 എന്ന് പറഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 4 + 3 7/4. താഴെ 4 - 3 1/4 വരും. അപ്പോൾ ഇത് എടുക്കുമ്പോൾ മുകളിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് 7 ആണ്. 7 × 4 28. ആൻസർ കിട്ടിയല്ലോ. അത്രേ ഉള്ളൂ. ജസ്റ്റ് നമ്മൾ ആ ഡിസ്റ്റൻസ് അത് എങ്ങനെയാണെന്ന് നമ്മൾ ഐഡിയ മനസ്സിലാക്കണം. തന്നത് വെച്ച് നമുക്കൊരു ജോമെട്രിക് സീരീസ് ഫോം ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അതാണ് അതിൽ എളുപ്പമായിരിക്കും. വാല്യൂസ് തന്നത് വെച്ച് തന്നെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. ജോമെട്രിക് സീരീസിന്റെ പ്രോബ്ലം ആണ് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. അടുത്ത ജോമെട്രിക് സീരീസിന്റെ ഒരു പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: എക്സ്പ്രസ് ദ റിപ്പീറ്റിംഗ് ഡെസിമൽ 5.232323 etc. ആസ് ദ റേഷ്യോ ഓഫ് 2 integers. എന്ന് പറഞ്ഞാൽ ഈ നമ്പർ 5.2323 ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഈ നമ്പറിനെ, ഈ ഡെസിമൽ നമ്പറിനെ സം p/q ആക്കി എഴുതാം. പിയും ക്യൂവും ഇൻഡിജേഴ്സ് ആക്കി ഈ പിയും ക്യൂവും കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഫോമിലേക്ക് ആക്കുകയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഈ നമ്പർ എടുക്കുക. 5.232323 etc. which is equal to, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 5.23 ഉണ്ടായിരുന്നുണ്ടെങ്കിൽ 0.23 എന്ന് പറഞ്ഞാൽ എന്താ? 0.23 നമുക്ക് എങ്ങനെ എഴുതാം ഡെസിമൽ ആയിട്ട്? 23/100 അല്ലേ 0.23 എന്ന് പറഞ്ഞാൽ അല്ലേ? അപ്പൊ അത് എഴുതാം 23/100. ഇപ്പൊ ടോട്ടൽ എത്രയായി? 5.23. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോൾ 5.23 വരെ. ഇനി നമുക്ക് എന്തും കൂടെ ആഡ് ചെയ്യണം? 2-3 കൂടെ വരണമെങ്കിൽ, ഒരു 2-3 കൂടെ വരണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത് 0.0023 കൂടെ ആഡ് ചെയ്യണം അല്ലേ? 0.0023 കൂടെ ആഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക? 23 ഇത് എത്ര പൂജ്യമുണ്ട്? 4 പൂജ്യമുണ്ട്. അപ്പൊ 1000 എടുക്കാം. 10,000 എടുക്കാം. 4 പൂജ്യമുള്ള എടുക്കാം. അപ്പൊ നമുക്ക് ടോട്ടൽ എത്രയായി? 5.2323 ആയി. ഇനി അടുത്ത 2-3 കൂടെ വരാൻ വേണ്ടി എന്തെടുക്കാം? 23 ഇവിടെ 4 ആണ്. അപ്പൊ അതിന്റെ എത്ര എടുക്കാം? 2 കൂടെ എക്സ്ട്രാ 6 എടുക്കാം. അപ്പൊ 2 കൂടെ വന്നു അല്ലേ? അപ്പൊ ഇങ്ങനെ എക്സെട്ര ഇത് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള ഈ ഡെസിമൽ നമ്പർ കിട്ടുമല്ലോ. അപ്പൊ പ്ലസ് എക്സെട്ര. അപ്പൊ ഇതിനങ്ങനെ മാറ്റി എഴുതാം. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യുക? കോമൺ ആയിട്ടുള്ളത് പുറത്തെടുക്കുക. 5 പ്ലസ് എല്ലായിടത്തിലും 23/100 ഉണ്ട്. അപ്പൊ അത് നമ്മൾ പുറത്തെടുക്കുക. 23/100 പുറത്തെടുത്തു. ഇവിടെ ഫസ്റ്റ് ടൈമിൽ 1, ഇവിടെ എന്തുണ്ടാവും? 1/100 പുറത്തെടുത്തു. ബാക്കി എന്തുണ്ടാവും? 100 × 100 അല്ലേ? 10,000. അപ്പൊ 100 ഉണ്ടാവും. ഇവിടെ 1/ നമ്മൾ 100 പുറത്തെടുത്തു. ബാക്കി എത്ര ഉണ്ടാവും? 10,000 ഉണ്ടാവും അല്ലേ? നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? 100 സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? അപ്പൊ അടുത്ത ടൈം 100 ക്യൂബ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. അപ്പൊ ഈ ബ്രാക്കറ്റിനകത്തുള്ള സീരീസ് നോക്കി, അതൊരു ജോമെട്രിക് സീരീസ് അല്ലേ? വിത്ത് റേഷ്യോ 1/100 ആൻഡ് ഫസ്റ്റ് ടൈം 1 അല്ലേ? But the terms within the square bracket is a geometric series with the first term 1 and common ratio 1/100. It is less than 1 ആണ്. 1/100 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1 ആണെന്ന് അറിയാം. അപ്പൊ നമ്മുടെ കോമൺ ജോമെട്രിക് സീരീസ് എന്താവും? അപ്പൊ the geometric series കൺവേർജന്റ് ആണ് അല്ലേ? അപ്പൊ ജോമെട്രിക് സീരീസ് എന്ന് പറയുന്നത് GM എന്ന് എഴുതിയാൽ മതി.
അല്ലെങ്കിൽ ജോമെട്രിക് സീരീസ് കൺവേർജസ്. അപ്പൊ ഇനി നമുക്ക് ഈ സമ്മിനെ നമുക്ക് എഴുതാം. therefore 5.232323 etc. equal to ഈ സമ്മ് കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. 5 + 23/100. ഇനി ഇതിന്റെ സമ്മ ഇടാൻ പോവാം. സമ്മ നമ്മൾ എങ്ങനെയായിരുന്നു? a/a എന്ന് പറഞ്ഞാൽ 1/1 - r. 1 - r എന്ന് പറഞ്ഞാൽ 1/100. അപ്പൊ ഈ വാല്യൂ കണ്ടുപിടിക്കാം. 5 + 23/100 ഇൻറ്റു ഇവിടെ 1/100 - 1 99/100 വരും. എന്നുവെച്ചാൽ എന്ത് വരും? 5 + 23/100 ഇൻറ്റു 100/99. ഇവിടെ 100 കട്ടായി 23/99 വരും. അപ്പൊ ഈ വാല്യൂ കണ്ടുപിടിക്കുക. ഏകദേശം 5 + 23/99 ആണ് വരുന്നത്. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതിയാൽ മതി. നമുക്ക് വാല്യൂ ഡെസിമൽ ആയിട്ട് കണ്ടുപിടിച്ചാൽ ഇത് തന്നെയാണ് വരിക. കാൽക്കുലേറ്ററിൽ ഉപയോഗിച്ച് കണ്ടുപിടിക്കരുത്. കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിച്ചാൽ നമുക്ക് ഈ നമ്പറാണ് കിട്ടുക. നമുക്ക് സം p/q ഫോമിലാണ് കിട്ടേണ്ടത്. അപ്പൊ എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഈ ആൻസർ എഴുതാം. 99 × 5 + 23 / 99 which is equal to 99 × 5 + 23 എന്ന് പറയുന്നത് 518 / 99. അപ്പൊ നമുക്ക് ഈ നമ്പറിനെ എങ്ങനെ എഴുതാൻ പറ്റി? therefore 5.2323 etc. equal to 518 / 99 ആണ്. നിങ്ങൾ കാൽക്കുലേറ്ററിൽ ഒന്ന് ചെയ്ത് നോക്ക്. 518 / 99 അത് തന്നെയല്ലേന്ന്. അപ്പൊ അങ്ങനെയുള്ള ഈ കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഈ ഡെസിബൽ എക്സ്പാൻഷനെ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ആക്കാനും നമുക്ക് ജോമെട്രിക് സീരീസ് യൂസ് ചെയ്യാം.